നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിവാഹം മുടക്കുന്നുള്ള വലിയ വാശിയില അർച്ചന. അതിൽ നിന്നും അർച്ചനെ നിങ്ങൾ പിന്തിരിപ്പിക്കണം. അതാ ഞാൻ വന്നപ്പോ ചോദിച്ച സഹായം. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ വലിയ കാര്യങ്ങളുടെ ഉപകാരസ്മരണ ചോദിച്ചു വാങ്ങിക്കാനാ ഞാനിപ്പോ വന്നത്. നിന്റെ ചേച്ചിക്ക് വലിയൊരു ജീവിതം കൊടുത്ത ആളാ അവന്തിക. അവന്തിക വന്ന് അവരുടെ കൂടപ്പിറപ്പിന് വേണ്ടി ഇങ്ങനൊരു സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ മോളെ പറ്റില്ല എന്ന് പറയുന്നത്? അങ്ങനെ അവളുടെ ജീവിതം കൂടി ഇല്ലാതായ പിന്നെ ഒരു നിമിഷം പോലും നിന്റെ അച്ഛനെ നീ ജീവനോടെ കാണില്ല. ഞാൻ എപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ. സിറ്റിയിൽ 2 നിലയുള്ള മൊബൈൽ ഷോപ്പ്, 1 ഏക്കറിൽ കുറയാതെ സ്ഥലം, സ്വന്തമായൊരു കാറ്, ഒരു പെട്ടി നിറയെ സ്വർണം. ഇതാണ് ഈ വിവാഹത്തിൽ എനിക്കുള്ള ലാഭം. അത് സ്ത്രീധനമായിട്ട് സ്പോൺസർ ചെയ്യുന്നതേ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. എന്താ ചേച്ചി പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നമ്മുടെ അച്ഛനെ ഓർത്ത ഞാൻ സമ്മതിച്ചത്. നീ ചെയ്തത് മോളെ ശരി. എന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതേ ചെയ്യും. ചേച്ചി അത് വിട്ടേക്ക്. സന്ദീപിനെ പറഞ്ഞു മനസ്സിലാക്ക്. എന്തായാലും അതുപോലെ ഒരാൾ നിന്നെ വിവാഹം കഴിക്കില്ല. നീ സമ്മതിച്ചൊന്നല്ലേ ഉള്ളൂ. ഇനി നീ കരയരുത്. ചേച്ചി പറയുന്ന നീ കേക്ക്. ആദ്യം നിന്റെ സന്ദീപിന്റെ വിവാഹം നടക്കട്ടെ. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അതുകൊണ്ട് എല്ലാം മറന്നിട്ട് നീ സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവാം. എന്ത് വന്നാലും ഒന്നുമില്ലെന്ന് സന്ദീപിനെ പോലെ നീയും തീരുമാനം എടുക്ക. അച്ഛനോ അമ്മയോ നാട്ടുകാരോ അവരാരുമല്ല നീ ആരുടെ കൂടെ ജീവിക്കണം തീരുമാനിക്കേണ്ടത്. അത് നീ തന്നെയാ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം നീ ആരോടും പറയണ്ട. ഹലോ ആതിര, ഇനിയും നമ്മൾ കാത്തിരുന്ന നമുക്ക് ഇഷ്ടമില്ലാത്തതോടൊപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇതിനെതിര് പറയരുത്. നീ ഞങ്ങളെ വിശ്വസിക്കുക, ഒരു പ്രശ്നം വരില്ല, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.